എല്ലാവർക്കും നമസ്കാരം. ജി ഫോർ ഗുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം ബിരിയാണിയെക്കുറിച്ചാണ്. ഭക്ഷണം മനുഷ്യരുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. പലരും ഭക്ഷണത്തെ ഒരു ശാരീരിക ആവശ്യമെന്നതിലപ്പുറം രുചിയുടെയും അനുഭവത്തിന്റെയും ആഘോഷമെന്ന നിലയിലാണ് കാണുന്നത്. അത്തരത്തിൽ ലോകമെമ്പാടുമുള്ള ആഹാരപ്രേമികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഒന്നാണ് ബിരിയാണി. ഇന്ത്യയിൽ മാത്രമല്ല, ആഗോളതലത്തിലും പ്രശസ്തിയാർജിച്ച ഈ വിഭവം രുചിയിലും ചരിത്രപരതയിലും സമ്പന്നമാണ്. 1. ചരിത്രപരമായ പശ്ചാത്തലം. ബിരിയാണി എന്ന പദം ഉരുത്തിരിയുന്നത് പേർഷ്യൻ ഭാഷയിലെ ബിറിയൻ അഥവാ വെന്തത് എന്ന പദത്തിൽ നിന്നാണ്. ഈ വിഭവത്തിന്റെ ഉത്ഭവത്തെപ്പറ്റി വിവിധ വാദങ്ങൾ നിലവിലുണ്ട്. 2. മുഗൾ സാമ്രാജ്യത്തിന്റെ സ്വാധീനം. ഇന്ത്യയിലെ ബിരിയാണിയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് മുഗൾ രാജാക്കന്മാരാണ്. മുഗൾ സാമ്രാജ്യത്തിന്റെ അടുക്കളയിൽ നിന്ന് ആരംഭിച്ച ഈ വിഭവം രാജസമ്പത്തും ആഡംബരവും അടങ്ങിയ ആഹാരരീതിയുടെ ഭാഗമായിരുന്നു. തലസ്ഥാനമായ ഡൽഹിയിലും പിന്നീട് ഹൈദരാബാദിലും പ്രശസ്തിയാർജിച്ച ബിരിയാണി ഇന്ത്യയിലൊട്ടാകെ പടർന്നു. 3. ഇറാൻ ഇന്ത്യ ബന്ധം. മറ്റ് ചരിത്രകാരന്മാർ പറയുന്നത് പേർഷ്യൻ വ്യാപാരികളും സൈനികരുമാണ് ബിരിയാണിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നാണ്. അവർ റൈസും മാംസവും പാകം ചെയ്യുമ്പോൾ പാചകസൗകര്യങ്ങളില്ലാത്ത സാഹചര്യങ്ങളിൽ ഒരുമിച്ച് വേവിച്ച് കഴിക്കുമായിരുന്നു. ഈ രീതി പിന്നീട് ഇന്ത്യയിൽ നവീകരിക്കപ്പെട്ടു. അങ്ങനെ ബിരിയാണി രൂപപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സ്വാധീനം. തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം എന്നിവിടങ്ങളിലെ ബിരിയാണിക്ക് അറബിക് മലബാർ സംയോജിത സ്വാധീനമുണ്ട്. ഇവിടെ നേർക്കാഴ്ച കൊണ്ട് തിളങ്ങുന്ന സുഗന്ധവ്യഞ്ജനങ്ങളാൽ സമ്പന്നമായ ചെറുതും വിചിത്രവുമായ ഒരു പാചകശൈലിയാണ് ബിരിയാണിക്ക് ഉണ്ടായത്. ബിരിയാണിയുടെ ഘടകങ്ങൾ. അരി, സാധാരണയായി ബസുമതി റൈസ് അല്ലെങ്കിൽ കേരളത്തിൽ ജീരകശാല റൈസ്. മാംസം, ചിക്കൻ, മട്ടൺ, ഫിഷ്, ബീഫ്. മസാലകൾ, ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ജീരകം, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി തുടങ്ങിയവ. പാചകം. ഒരുമിച്ച് വേവിക്കുകയോ പലഘട്ടങ്ങളായി വേവിച്ച ശേഷം കട്ടിയുള്ള പാത്രത്തിൽ ദം എന്ന രീതിയിൽ ആക്കുകയോ ചെയ്യുക. ഇത് ഓരോ പ്രദേശത്തും വ്യത്യസ്തമാകുന്നു. ബിരിയാണിയുടെ ഗുണങ്ങൾ. ഇതൊരു പൂർണ്ണാഹാരമാണ്. ബിരിയാണിയിൽ അരിയും മാംസവും ഉണ്ടാകുന്നതിനാൽ അത് ഒരു ബാലൻസ്ഡ് മീൽ ആയി കണക്കാക്കാം. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കുറച്ചേറിയ കൊഴുപ്പ് എന്നിവയുടെ മിതമായ സംയോജനം. നല്ല രുചിയുള്ള ഭക്ഷണം ഉന്മാദം കുറക്കാനും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാനും സഹായിക്കുന്നു. വിവാഹം മുതൽ പിറന്നാൾ വരെയുള്ള എല്ലാ ആഘോഷങ്ങളിലും ബിരിയാണിക്ക് സ്ഥാനമുറപ്പാണ്. കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് ഇരുന്നു കഴിക്കുന്ന സമയത്ത് എളുപ്പത്തിൽ ഒന്നായി പങ്കിടാൻ കഴിയുന്ന ഭക്ഷണമാണ് ബിരിയാണി. ബിരിയാണിയുടെ ദോഷങ്ങൾ. അമിതമായ എണ്ണയും കൊഴുപ്പും. പല റെസ്റ്റോറന്റുകളിലും രുചിക്ക് വേണ്ടി കൂടുതൽ നെയ്യും റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കുന്നു. ഇത് കൊളസ്ട്രോൾ ഉയരാൻ കാരണമാകാം. MSG, കൃത്രിമ നിറങ്ങൾ. റെസ്റ്റോറന്റ് ശൃംഖലകളിൽ അജിനോമോട്ടോ പോലുള്ള കൃത്രിമ ഘടകങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാകാം. ഇവ ആരോഗ്യത്തിന് ദോഷകരമാണ്, പ്രത്യേകിച്ച് കുട്ടികളിൽ. കാലറി കൂടുതലുള്ള വിഭവമായതിനാൽ പതിവായി കഴിച്ചാൽ അതിമെടുപ്പ്, ഷുഗർ, കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങൾ വരാം. പ്രത്യേകിച്ച് വയറുവേദന, ആസിഡിറ്റി മുതലായവ. ഇനി നമുക്ക് ബിരിയാണിയുടെ നിത്യജീവിതത്തിലെ സ്ഥാനവും ദൗത്യവും നോക്കാം. ഇന്ന് ബിരിയാണി പൊടി ഡെലിവറി ആപ്പുകളിലെ തന്നെ നമ്പർ 1 സെർച്ച് ഐറ്റമാണ്. യുവത്വത്തിന് അതിന്റെ രുചിയും ഹൃദയവും പ്രിയപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കൂടുതൽ പേർ ആരോഗ്യശീലങ്ങൾ പിന്തുടരുന്നതിനാൽ ഹെൽതി ബിരിയാണി എന്ന ആശയം വളരുകയാണ്. ബ്രൗൺ റൈസ് ബിരിയാണി, ആവി ചിക്കൻ ബിരിയാണി, തൈർ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള റെസിപ്പികൾ മുതലായവ പ്രധാനമാകുന്നു. ബിരിയാണി ഒരു പാചകവിഭവം മാത്രമല്ല, അത് രുചിയുടെ പ്രയോഗവും പൈതൃകത്തിന്റെ പ്രതീകവുമാണ്. വിവിധ സംസ്കാരങ്ങൾ, മതങ്ങൾ, ഭാഷകൾ എന്നിവ തമ്മിൽ സമ്മതിക്കുന്നതിനുള്ള ഒരു ചെറുതായും രുചികരവുമായ വാതിലാണ് ഇത്. അതിന്റെ ആരോഗ്യപരമായ സാധ്യതകളും തള്ളിക്കളയാൻ കഴിയാത്ത ഗുണങ്ങളും നമുക്ക് ലഭ്യമാണ്. അതേസമയം അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി മിതമായി, ജാഗ്രതയോടെ, സുതാര്യമായ പാചകരീതിയിൽ ആസ്വദിക്കേണ്ടതാണിത്. ഒരു നല്ല ബിരിയാണിക്കായി യാത്ര ചെയ്യാൻ പോലും തയ്യാറാണ് എന്ന വാചകം ഇന്ന് സത്യമായിട്ടുണ്ട്. ആധുനിക നഗരങ്ങളിൽ ബിരിയാണി ഹൗസുകൾ, ഫുഡ് ട്രക്കുകൾ, ആപ്പുകൾ എല്ലായിടത്തും ഇതിന്റെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഹെൽത്തി ബിരിയാണി എന്ന ആശയം വളരുകയാണ്. കുറച്ച് എണ്ണ, നല്ലതായ മാംസം, പച്ചമസാലകൾ എന്നിവയുടെ ഉപയോഗം മുഖ്യമാണ്. ടു മച്ച് ഓഫ് എനിത്തിങ് ഇസ് ഹാംഫുൾ, ഈവൻ ഇഫ് ഇറ്റ് ഈസ് ബിരിയാണി. അതിനാൽ രുചിയോടും ഉത്തരവാദിത്വത്തോടും കൂടിയ ആസ്വാദനമാണ് യഥാർത്ഥ ബിരിയാണിയുടെ മഹത്വം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും ചാനൽ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയൂ. നന്ദി.